ശൈത്യമെത്തിയാൽ ചീരയുടെ നിറമാണ് കൊളവയൽ എന്ന പ്രദേശത്തിന്. ഇതൊരു വിജയകഥയാണ്. ചീരകൃഷി ചെയ്ത് ഒരു ഗ്രാമം കൊയ്യുന്ന കാർഷിക വിജയഗാഥ. മഴ മാറി ശൈത്യമെത്തിയാൽ ഒരുക്കിവെച്ച വിത്തുകളുമായി അവർ കണ്ടത്തിലെത്തും. പിന്നെ വിത്തിടും. ചീരകൃഷി എന്നത് കൊളവയലുകാർക്ക് ഒരു ശീലമാണ്. ലാഭത്തിൽ തുടങ്ങിയാൽ കുംഭം മാട അടുപ്പം മാസം വരെ നമുക്ക് കൃഷി എടുക്കാൻ ചീരരുത്. അത് നിലം നല്ല പങ്ക് തരിച്ച് നേരാക്കി കോഴി വളം നിരത്തി കാലി വളം നിരത്തി പിന്നെ ജൈവവളം ഇട്ടു ചീരത്തറ ഇട്ടിട്ടായിട്ട് 8 ദിവസം കഴിയുമ്പോൾ ആദ്യം ജൈവവളം കോഴിവളം കൂട്ടി പെരക്കിയിട്ട് ആദ്യം ഇടും. വിത്തിട്ട് 25 ദിവസം കൊണ്ട് ചീരകൃഷി വിളവെടുക്കും. 5ഉം 6ഉം തവണ ചീര വിൽക്കും. കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ളവർ നല്ല ചീര വാങ്ങാനെത്തുന്നത് കൊളവയലിലേക്കാണ്. സംഘം ചേർന്ന് കൃഷി നടത്തുന്നവരിലേറെയും സ്ത്രീകളുമാണ്. വളപ്രയോഗം എടുത്തു പറയേണ്ടതാണ്. കാരണം ജൈവവളമല്ലാതെ മറ്റൊന്നും വിളകൾക്ക് പ്രയോഗിക്കാറില്ല ഇവിടുത്തെ കർഷകർ. ജൈവ വിളയായതുകൊണ്ട് ആവശ്യക്കാരും ഏറെയാണ്. ഈ ചെറിയ പ്രദേശത്ത് നിന്ന് ശൈത്യകാലത്ത് ചീരകൃഷിയിലൂടെ മാത്രം കർഷകർ സമ്പാദിക്കുന്നത് 10 ലക്ഷത്തിലധികം രൂപയാണ്. നമുക്ക് ഇത് 5 പ്രാവശ്യം എടുക്കും. ഇപ്പൊ ഈ ഒരു തറയില് 4 പ്രാവശ്യം 5 പ്രാവശ്യം എടുക്കും. കഴിഞ്ഞ തവണ ചീരകൃഷി കനിഞ്ഞില്ല. കീടബാധയിൽ വിളകൾ മുഴുവനും നശിച്ചു. പക്ഷേ കർഷകർ തളർന്നില്ല. നേരമായപ്പോൾ ഇത്തവണ വീണ്ടും കൃഷിയിറക്കി. വിളഞ്ഞു നിൽക്കുന്ന ചീരപ്പാടത്തെ ചൂണ്ടിക്കാട്ടി ചീരഗ്രാമമായ കൊളവയലിലെ കർഷകർ ഓർമ്മിപ്പിക്കുകയാണ്: കൃഷി ഒരിക്കലും ചതിക്കില്ല. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.